ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മുൻപിൽ നമ്മൾ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. നിങ്ങൾക്ക് അതുവഴി കാണാവുന്നതാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 2 ആണ്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം, കുറിച്യർ കലാപത്തിൻ്റെ നേതാവ് ആയിരുന്നത് ആര്? കുറിച്യർ കലാപത്തിൻ്റെ നേതാവ് ആയിരുന്നത് ഓപ്ഷൻസ്: രാമനമ്പി, പഴശ്ശിരാജ, പാലിയത്തച്ചൻ, കുറുമ്പ്രനാട് രാജാവ്. ആൻസർ ഓപ്ഷൻ എ, രാമനമ്പി. കുറിച്യർ കലാപത്തിൻ്റെ പ്രധാന നേതാവ് എന്നറിയപ്പെടുന്നത് രാമനമ്പിയാണ്. അടുത്തത്, അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല. ഒരു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ബോർഡിലെ വാചകങ്ങളാണ് ഇവ. ഏത് ആണ് ആ സത്യാഗ്രഹം? അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല ഒരു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു വാചകമാണ്, അല്ലെങ്കിൽ ബോർഡിലെ വാചകമാണ്. ഇത് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഗുരുവായൂർ സത്യാഗ്രഹം, ശുചീന്ദ്രം സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം. ആൻസർ ഓപ്ഷൻ സി, വൈക്കം സത്യാഗ്രഹം. അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു ബോർഡിലെ വാചകമാണ്. അടുത്തത്, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്ത്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. ഓപ്ഷൻസ്: ശിവാനന്ദ യോഗി, ആനന്ദ തീർത്ഥൻ, ശങ്കരൻ, കുഞ്ഞൻപിള്ള. ആൻസർ ഓപ്ഷൻ ഡി, കുഞ്ഞൻപിള്ള. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്നറിയപ്പെടുന്നത് കുഞ്ഞൻപിള്ള എന്നാണ്. അടുത്തത്, മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് എന്തായിരുന്നു? മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പേര്. ഓപ്ഷൻസ്: നായർ സമുദായ വൃത്തിജന സംഘം, നായർ സമുദായ സേവാ സമിതി, നായർ സമുദായ മഹാസഭ, നായർ സമുദായ സമുദ്ധരണ സംഘം. ആൻസർ ഓപ്ഷൻ എ, നായർ സമുദായ വൃത്തിജന സംഘം. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേരെന്നറിയപ്പെടുന്നത് നായർ സമുദായ വൃത്തിജന സംഘം എന്നാണ്. അടുത്തത്, ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി നടന്ന സമരം ഇവയിൽ ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം. ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി നടന്ന സമരം. ഓപ്ഷൻസ്: മാപ്പിള ലഹള, ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ. ആൻസർ ഓപ്ഷൻ സി, നിവർത്തന പ്രക്ഷോഭം. ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി നടന്ന സമരമാണ് നിവർത്തന പ്രക്ഷോഭം. അടുത്തത്, മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം ഐക്യസംഘം എന്ന സംഘടന സ്ഥാപിച്ചതാര്? മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം ഐക്യസംഘം എന്ന സംഘടന സ്ഥാപിച്ചത്. ഓപ്ഷൻസ്: വക്കം മൗലവി, KM മൗലവി, മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ്, ഷൈഖ് ഹംദാനി തങ്ങൾ. ആൻസർ ഓപ്ഷൻ എ, വക്കം മൗലവി. മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം ഐക്യസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വക്കം മൗലവിയാണ്. അടുത്തത്, നക്ഷത്ര ബംഗ്ലാവിൻ്റെ സ്ഥാപകനായ ഭരണാധികാരി ആര്? നക്ഷത്ര ബംഗ്ലാവിൻ്റെ സ്ഥാപകനായ ഭരണാധികാരി. ഓപ്ഷൻസ്: മാർത്താണ്ഡവർമ്മ, സ്വാതി തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, ശ്രീ ചിത്തിര തിരുനാൾ. ആൻസർ ഓപ്ഷൻ ബി, സ്വാതി തിരുനാൾ. നക്ഷത്ര ബംഗ്ലാവിൻ്റെ സ്ഥാപകനായ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. അടുത്തത്, ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുതേയി ചരിതം, ഉണ്ണിയാടി ചരിതം ഇവ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുതേയി ചരിതം, ഉണ്ണിയാടി ചരിതം എന്നിവ ഏത് സാഹിത്യ വിഭാഗത്തിലാണ് പെടുന്നത്? ഓപ്ഷൻസ്: ചമ്പുക്കൾ, സന്ദേശകാവ്യങ്ങൾ, കഥകളി സാഹിത്യം, തുള്ളൽ സാഹിത്യം. ആൻസർ ഓപ്ഷൻ എ, ചമ്പുക്കൾ. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുതേയി ചരിതം, ഉണ്ണിയാടി ചരിതം എന്നിവയെല്ലാം ചമ്പുക്കൾ എന്ന സാഹിത്യ വിഭാഗത്തിലാണ് വരുന്നത്. അടുത്തത്, 2001 യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലാരൂപം ഏത്? 2001 യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലാരൂപം. ഓപ്ഷൻസ്: കൃഷ്ണനാട്ടം, കൂടിയാട്ടം, തെയ്യം, പടയണി. ആൻസർ ഓപ്ഷൻ ബി, കൂടിയാട്ടം. 2001 യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലാരൂപമാണ് കൂടിയാട്ടം. അടുത്തത്, കൊച്ചി തുറമുഖത്തിൻ്റെ ഭരണ ചുമതല വഹിക്കുന്നത് ആര്? കൊച്ചി തുറമുഖത്തിൻ്റെ ഭരണ ചുമതല വഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി. ആൻസർ ഓപ്ഷൻ ബി, കേന്ദ്ര സർക്കാർ. കൊച്ചി തുറമുഖത്തിൻ്റെ ഭരണ ചുമതല വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അടുത്തത്, കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻസ്:
കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം, എറണാകുളം. ആൻസർ ഓപ്ഷൻ സി തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. അടുത്തത്, കേരളത്തിൽ സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വിമാനത്താവളം ഏത്? കേരളത്തിൽ സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വിമാനത്താവളം. ഓപ്ഷൻസ്: നെടുമ്പാശ്ശേരി വിമാനത്താവളം, കോഴിക്കോട്, വെല്ലിംഗ്ടൺ, തിരുവനന്തപുരം. ആൻസർ ഓപ്ഷൻ സി വെല്ലിംഗ്ടൺ. കേരളത്തിൽ സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വിമാനത്താവളമാണ് വെല്ലിംഗ്ടൺ വിമാനത്താവളം. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത്. ഓപ്ഷൻസ്: കൊല്ലം, ഇടുക്കി, എറണാകുളം, തിരുവനന്തപുരം. ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച സ്ഥലം തിരുവനന്തപുരം ജില്ലയാണ്. അടുത്തത്, ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച അഞ്ചാമത്തെ ഭാഷ ഏത്? ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച അഞ്ചാമത്തെ ഭാഷ. ഓപ്ഷൻസ്: സംസ്കൃതം, തെലുങ്ക്, മലയാളം, ഒഡിയ. ആൻസർ ഓപ്ഷൻ സി മലയാളം. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച അഞ്ചാമത്തെ ഭാഷയാണ് മലയാളം ഭാഷ. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം. ഓപ്ഷൻസ്: ഉടുമ്പൻചോല, ദേവികുളം, പാല, ചാലക്കുടി. ആൻസർ ഓപ്ഷൻ എ ഉടുമ്പൻചോല. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലമാണ് ഉടുമ്പൻചോല. അടുത്തത്, കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഏത്? കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം. ഓപ്ഷൻസ്: പഴശ്ശി വിപ്ലവം, ആറ്റിങ്ങൽ കലാപം, അഞ്ചുതെങ്ങ് കലാപം, കുണ്ടറ വിളംബരം. ആൻസർ ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. അടുത്തത്, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിൻ്റെ കർത്താവ് ആര്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിൻ്റെ കർത്താവ് അല്ലെങ്കിൽ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻസ്: കുമാരനാശാൻ, കുഞ്ചൻ നമ്പ്യാർ, ശ്രീനാരായണ ഗുരു, ചെറുശ്ശേരി. ആൻസർ ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിൻ്റെ കർത്താവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അടുത്തത്, പാലക്കാട് ജില്ലയിലെ സൈലൻ്റ് വാലിയുടെ പഴയ പേരെന്ത്? പാലക്കാട് ജില്ലയിലെ സൈലൻ്റ് വാലിയുടെ പഴയ പേര്. ഓപ്ഷൻസ്: പനച്ചിക്കാട്, സൈരന്ത്രി വനം, വാഴാനിക്കാട്, ചെന്തിരുണി വനമേഖല. ആൻസർ ഓപ്ഷൻ ബി സൈരന്ത്രി വനം. പാലക്കാട് ജില്ലയിലെ സൈലൻ്റ് വാലിയുടെ പഴയ പേര് സൈരന്ത്രി വനം എന്നാണ്. അടുത്തത്, ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന തേക്ക് പ്ലാന്റേഷനായ നിലമ്പൂർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന തേക്ക് പ്ലാന്റേഷനായ നിലമ്പൂർ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻസ്: ഇടുക്കി, വയനാട്, മലപ്പുറം, കണ്ണൂർ. ആൻസർ ഓപ്ഷൻ സി മലപ്പുറം. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന തേക്ക് പ്ലാന്റേഷനായ നിലമ്പൂർ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. അടുത്തത്, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ആര്? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ. ഓപ്ഷൻസ്: വേലുത്തമ്പി ദളവ, സിസ്റ്റർ അൽഫോൺസ, CV രാമൻപിള്ള, ശ്രീനാരായണ ഗുരു. ആൻസർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അടുത്തത്, കേരളത്തിൽ ചന്ദനക്കാടിൻ്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? കേരളത്തിൽ ചന്ദനക്കാടിൻ്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം. ഓപ്ഷൻസ്: മൂന്നാർ, അമരാവതി, നിലമ്പൂർ, മറയൂർ. ആൻസർ ഓപ്ഷൻ ഡി മറയൂർ. കേരളത്തിൽ ചന്ദനക്കാടുകളുടെ അല്ലെങ്കിൽ ചന്ദനക്കാടിൻ്റെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മറയൂർ. അടുത്തത്, കുഞ്ചൻ നമ്പ്യാർ ജനിച്ച കിള്ളിക്കുറിശി മംഗലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കുഞ്ചൻ നമ്പ്യാർ ജനിച്ച കിള്ളിക്കുറിശി മംഗലം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻസ്: മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, കോഴിക്കോട്. ആൻസർ ഓപ്ഷൻ ബി പാലക്കാട്. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയ ജില്ല ഏത്? കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയ ജില്ല. ഓപ്ഷൻസ്: പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട. ആൻസർ ഓപ്ഷൻ സി കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം എന്നറിയപ്പെടുന്നത് തെന്മലയാണ്. അത് തുടങ്ങിയ ജില്ല എന്നറിയപ്പെടുന്നത് കൊല്ലം ജില്ലയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് കേരളവുമായി ബന്ധപ്പെട്ടും കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടും PSCയിൽ ചോദിച്ചിട്ടുള്ള മുൻ വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യ പേപ്പറാണ് നോക്കിയത്. ഇതിലെ പല ചോദ്യങ്ങളും ഇപ്പോഴും റിപ്പീറ്റായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.